എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി പുറം നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല ജ്യൂസി ആയിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈയുടെ റെസിപ്പിയാണ്. ഇത് നമ്മൾ ഓവറായിട്ട് മസാലയോ കാര്യങ്ങളോ ഒന്നും ചേർക്കാതെ വളരെ കുറഞ്ഞ മസാല കൊണ്ട് തയ്യാറാക്കിയിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈ ആണ്. അപ്പോൾ നമുക്ക് ഈ ചിക്കൻ ഫ്രൈ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊന്നും കണ്ടു നോക്കാം. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. കൂടെ നമ്മുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് കൂടി ചെയ്യുക. അതിനായിട്ടൊരു ബൗളിലേക്ക് ഒരു ചെറിയ സവാള ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക. ഇപ്പം നിങ്ങൾ വലിയ സവാളയാണ് എടുക്കുന്നതെങ്കിൽ ഒരു പകുതി സവാള മാത്രം എടുത്താൽ മതി. ഞാനിപ്പോൾ ഒരു 200 ഗ്രാം ചിക്കൻ്റെ അളവാണ് ഇവിടെ കാണിക്കുന്നത്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുക. ഇപ്പം നിങ്ങളുടെ കയ്യിൽ പേസ്റ്റായിട്ടാണ് ഉള്ളതെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂണിൽ തന്നെ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും 2.5 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടിയുമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഇതിലേക്ക് കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങളിപ്പോൾ സാധാ എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ പകുതി കാശ്മീരി ചില്ലി പൗഡറും പകുതി എരിവുള്ള സാധാ മുളക് പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ സോയാ സോസാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇത്രയും ചേർത്ത് കൊടുത്ത ശേഷം ഇത് കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇതിലേക്ക് നമുക്കൊരു മുട്ട കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. മുട്ടയും ചേർത്ത് കൊടുത്ത ശേഷം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതുപോലെ ചിക്കൻ എല്ലാം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ളതാണ്. 200 ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ ചെറിയ ഓരോ പീസാക്കിയിട്ടാണ് എടുക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് വലിയ പീസായിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. ഇനി നമുക്ക് ആ ചിക്കൻ ഇതിലേക്കൊന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇതിപ്പം ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ഒരു 2 മണിക്കൂർ ഫ്രിഡ്ജിലൊന്ന് വെച്ച് കൊടുക്കാം. ഫ്രീസറിൽ വെക്കേണ്ട, ഫ്രിഡ്ജിൽ വെച്ചാൽ മതിയാകും. ഇതിപ്പോൾ 2 മണിക്കൂറായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സ്പെഷ്യലായിട്ടൊരു ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂൺ അളവിൽ അരിപ്പൊടിയാണ്. വറുത്തതോ വറക്കാത്തതോ ആയിട്ടുള്ള അരിപ്പൊടി നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ അപ്പത്തിനും ഇടിയപ്പത്തിനും ഒക്കെ എടുക്കുന്ന പൊടിയാണ്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തതിന് തൊട്ട് മുമ്പ് മാത്രം അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോഴേ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിൽ നിന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. എണ്ണ നല്ലതുപോലെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഓരോ ചിക്കനും ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. എങ്കിലും നമ്മുടെ ചിക്കൻ്റെ ഉൾഭാഗമൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടത്തുള്ളൂ കേട്ടോ. പിന്നീട് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ചിക്കൻ എണ്ണയിലേക്കിട്ട് അപ്പം തന്നെ നമ്മളിത് ഇളക്കാൻ നിൽക്കരുത്. 2-3 സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ അത് ഇളക്കി കൊടുക്കാവൂ. ചിക്കൻ ഇട്ട് ഉടനെ തന്നെ നമ്മൾ ഇളക്കി കൊടുക്കുകയാണെങ്കിൽ ആ മസാലയൊക്കെ ചിക്കനിൽ നിന്നും വിട്ടുപോകും. അതുകൊണ്ട് ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഇതുപോലെ തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയും കൂടി ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റാണ്. അധികം മസാലയൊന്നും ചേർക്കാതാണ് നമ്മൾ ഈ ചിക്കൻ ഫ്രൈ തയ്യാറാക്കിയിട്ടുള്ളത്. പുറം നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല ജ്യൂസി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ആണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് കൂടി ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്